ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവും രുക്കുവും ചന്ദ്രകാന്തത്തിലേക്ക് പോയതിൽ ആകെ മനസ്സ് തളർന്നിരിക്കുകയാണ് അർച്ചന. ഓഫീസിലേക്കും പോവാതെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അർച്ചനയുടെ ഒരു വിവരവും ഇല്ലെന്നറിഞ്ഞ് ദീപ്തി അങ്ങനെ അർച്ചനയെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തിയിട്ട് ചിന്നുവിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ചിന്നു ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ ദീപ്തി അർച്ചനയുടെ റൂമിൽ പോയിട്ട് അർച്ചനയോട് സംസാരിക്കുന്നുണ്ട്. എന്തു പറ്റി അർച്ചനെ, നീ എന്താണെന്ന് ഓഫീസിലേക്ക് വരാതിരുന്നത്? ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ കരഞ്ഞു അങ്ങനെ തളർന്നിരിക്കുകയാണ്. പിന്നീട് ദീപ്തിയോട് അർച്ചന ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് കരുതിയവർ തന്നെയാണ് ഇപ്പോ എന്നെ വിട്ടു പോയത്. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ ദീപ്തി. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ് ഇന്നിവിടെ ഉണ്ടായത്. ഈ വീട്ടിൽ എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നത്തോടെ അതെല്ലാം തകർന്നു. എന്നെ വിട്ട് അച്ചു പോയി എന്ന് അർച്ചന അങ്ങനെ കരഞ്ഞുകൊണ്ട് ദീപ്തിയോട് പറയാണ്. അർച്ചനയുടെ സങ്കടം കണ്ട് ദീപ്തിക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. ചന്ദ്രകാന്തത്തിലെത്തിയ അച്ചുവിനാണെങ്കിൽ അമ്പാട്ട് വീട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. റൂമിൽ അങ്ങനെ അച്ചു ചടഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരോടും ഒന്നും മിണ്ടുന്നു പോലുമില്ല. എല്ലാവരും തന്നെ ഫുഡ് കഴിക്കാൻ അച്ചുവിനെ വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അച്ചു വേണ്ടെന്ന് പറഞ്ഞ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വളരെ വിഷമത്തോടെ രുക്കു അങ്ങോട്ടേക്ക് വരുന്നത്. രുക്കുവിനോട് കഴിക്കാനായി ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും രുക്കു വളരെ സങ്കടത്തോടെ എല്ലാവരോടുമായി പറയുന്നുണ്ട്. അച്ചുവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ കിട്ടാത്ത സന്തോഷം ഇവിടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോ അതിനേക്കാൾ കഷ്ടമായല്ലോ. അച്ചുവിന് ഇവിടെ വന്നിട്ടോ ഒട്ടും സന്തോഷമില്ല. ആകെ മൂഡ് ഔട്ടായി റൂമിൽ തന്നെ ഇരിക്കുകയാണെന്ന് രുക്കു അങ്ങനെ എല്ലാവരോടുമായി പറയാണ്. രുക്കു പറയുന്നത് എല്ലാവരും കേട്ടുകൊണ്ട് ഇതിപ്പോ എന്താണ് രുക്കു അങ്ങനെ പറയാൻ കാരണം, അതിനു മാത്രം ഇവിടെ എന്താണ് ഉണ്ടായത് അച്ചുവിനെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.